നമ്മൾ ജാൻജാജിയെ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ജാൻജാജിയെ നാഷണൽ ഫോറസ്റ്റ് പാർക്കിൻ്റെ ഈസ്റ്റ് എൻട്രൻസ്. ഇതുപോലെ 3-4 എൻട്രൻസുകൾ ഉണ്ട്. അതിൽ അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ്. ഒക്കെ നേരത്തെ ടിക്കറ്റ് എടുത്ത ആളുകളാണ്. നമ്മൾ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ടിക്കറ്റ് കിട്ടി. അപ്പോൾ 227 യുവാൻ, ഏകദേശം നമ്മളൊരു 2500-2600 രൂപ. ഇവിടുന്ന് ബസ്സിനാണ് നമ്മളെ അടുത്ത ബൈലോങ് എലിവേറ്റർ. അതാണ് ഫേമസ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ള എലിവേറ്റർ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ബൈലോങ് എലിവേറ്റർ. ലോകത്തെ ഏറ്റവും വേഗതയുള്ള, ഏറ്റവും കപ്പാസിറ്റിയുള്ള, ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്ന ഔട്ട്ഡോർ എലിവേറ്ററാണ്. ഓരോ കാറിൽ 50 പേര് കൊള്ളും. 100 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. 65 RMB വെച്ച് ഇതിനും വേറെ ടിക്കറ്റ് ഉണ്ട്. നല്ലൊരു കയറ്റം. ആദ്യം നമ്മൾ സ്റ്റെപ്പ് കയറി കയറണം. ഇവിടെ നിന്ന് ഇനിയൊരു 10-25 മിനിറ്റ് അടുത്ത പോയിന്റിലേക്ക് ഈ മലനിരകൾക്കിടയിലൂടെ നടന്നു വേണം പോകാൻ. ഇതാണ് അവതാർ ഫിലിമിൻ്റെ സൈറ്റ്. ഇവിടുത്തെ പരമ്പരാഗത വേഷം ടൂറിസ്റ്റുകൾക്ക് അണിയാൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. അത് വെച്ച് ഫോട്ടോ എടുക്കുക. ഇത് ഇവരുടെ ഒരു ഏർപ്പാടാണ്. ബന്ധങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ റിബണും പൂട്ടും ഒക്കെ വാങ്ങി കെട്ടിയിടും. അതിലൊരു പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം അവരെ ബന്ധമോ അല്ല എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ്. പൊതുവേ ചൈനക്കാർക്ക് അങ്ങനെ ആത്മീയ വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അടുത്ത പോയിന്റിലേക്ക് ജാൻജാജിയിലേക്ക് ഇവിടുന്ന് ബസ് കിട്ടും. ഇതിൻ്റെ അകത്തുള്ള ബസ്സുകളൊക്കെ ഫ്രീ സർവീസാണ്, ടിക്കറ്റിൽ ഇൻക്ലൂഡഡാണ്. ഇത് ശരിക്കും കണ്ടു തീർക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസം വേണം. നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് മാത്രമാണ് കാണാൻ സാധിക്കുക.